അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ടൊന്നും പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ ആപ്പ് സെറ്റാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ടൊരു ഡേ ബിഫോർ മൈ കെമിസ്ട്രി എക്സാമാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി എക്സാമിന് തലേന്നാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം രാവിലെ നീറ്റ് ഏകദേശം 6:38 ഞാൻ ഇവിടെയാണ് ബെഡിൽ കയറുന്നത്. കാരണം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സെക്കൻഡ് ചാനലിൽ എങ്ങനെ നേരത്തെ നീക്കാന്നുള്ളത്. കംഫേർട്ട് സോൺ ആയതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. 5 മണിക്ക് അലാറം വെച്ചിട്ട് 6:38 നീറ്റ്. 6:38 നീറ്റിട്ട് ഇന്നലെ വരെ കെമിസ്ട്രീൻ്റെ ഏകദേശം 9 പാഠംസാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മീൻസ് വരെ ബയോമോളിക്കുലർ ഞാൻ സ്കിപ്പ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ 9 പാഠത്തിൽ അമീൻസൊക്കെ ഇന്നലെ പഠിച്ചപ്പോൾ തന്നെ ആ കൂടി ഓർഗാനിക് കുറച്ചും കൂടി കൺഫ്യൂഷനായി. കാരണം അമീൻസിലൊക്കെ ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ബ്രോമിൻ്റെ ഒക്കെ ഈ ബ്രോമിൻ വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് 3 സ്ഥലത്തും ബ്രോമിൻ വരുന്നത് അങ്ങനെയൊക്കെ എല്ലാത്തിലും ഉണ്ട്. അതായത് ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത്. ഈ ബ്രോമി ആഡ് ചെയ്യുന്ന ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അത് മൊത്തമായിട്ട് കൺഫ്യൂഷൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ 6:38 ഇരുന്നിട്ട് ഒന്നുകൂടി അമീൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് കുറച്ച് റിവൈസ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് മാത്രം നോക്കി വെച്ചു. പിന്നെ ഞാൻ ഈ ചട്ടയിൽ A4 വെച്ചിട്ടാണ് എഴുതി പഠിക്കുന്നത്. അങ്ങനെ കുറേ A4 അവിടെ എഴുതിയിട്ട് നിങ്ങളൊക്കെ ഞെട്ടി പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടൊന്നും അറിയില്ല, അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ എഴുതി A4 എഴുതിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് മാത്രം ഞാൻ അമീൻസിൽ നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം റിയാക്ഷൻസ് നോക്കി. 8ാം പാഠത്തിലാണെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ അമീൻസ് നോക്കി ഇപ്പോൾ ഏകദേശം ഒരു 9 മണി 8:45 ആയപ്പോൾ ഞാൻ സൈലത്തിൻ്റെ സൂപ്പർ സിസ്റ്റി കാണാൻ തുടങ്ങി. ഏത് മോഡൽ എക്സാമിന് 60 ക്വസ്റ്റ്യൻസ് എടുത്തിരുന്നല്ലോ, അതാണ് ഞാൻ കാണുന്നത്. കാരണം കുറേ ലൈവ് ഇട്ടുണ്ട്, സൈലും എക്സാമിനും റേജ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് കാണാൻ കഴിയില്ല വെച്ചിട്ട് മോഡൽ എക്സാമിൻ്റെ ഉണ്ട്. കാരണം മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരികയെന്ന് അറിയില്ല. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 5 മണിക്കൂറിൻ്റെ ലൈവ് വരുന്നുള്ളത്. ഞാൻ ഏകദേശം 9 മണിക്കൂർ 10, 11, 12 ഇപ്പോൾ ഏകദേശം 1 മണി ആവാനായിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഉറക്കം കണ്ടിട്ട് ഉറക്കം വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മണി ആവാനായപ്പോഴത്തേനും 3 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ തീർത്തിട്ടുണ്ട്. കാരണം 1.5x ഇട്ടിട്ടാണ് കണ്ടത്. 1.5x ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയിട്ടൊക്കെയാണ് കണ്ടത്. അങ്ങനെ കുറേ എണ്ണം എഴുതിയില്ല. ഡി ബ്ലോക്കൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ചാട്ട വന്നു. അപ്പോൾ ഞാൻ എഴുതാതൊക്കെ കണ്ട് അങ്ങനെ 1.5x ഒക്കെ ഇട്ടിട്ട് 1.5x മാധവ് സാറ് ക്ലാസ്, മറ്റുള്ളവർത്തൊക്കെ ടീച്ചർ ക്ലാസ്സൊക്കെ 1.75x ഇട്ടിട്ടാണ് കാണുന്നത്. കാരണം മാധവ് സാറ് 1.5x ഇട്ടാലേ എനിക്കൊക്കെ മനസ്സിലാവുള്ളൂ, കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ. അങ്ങനെ കണ്ട് ഇപ്പോൾ ഏകദേശം 1 മണി ആയപ്പോൾ അത്രയും ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് 3 മണിക്കൂർ, ഇനി 2 മണിക്കൂറും കൂടി ഉള്ളൂ. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് കാണാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സൂപ്പർ സിസ്റ്റി, ഇന്നൊരു സൂപ്പർ സിസ്റ്റി ഉണ്ടല്ലോ കലാശക്കൂട്ടെന്നിട്ട് പറഞ്ഞിട്ട്, അതും കൂടി കാരണം നാളെ എക്സാമിന് പോകണ്ടേ. നാളെ എക്സാമിന് പോകുമ്പോൾ എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കൂടി അതിൻ്റെ PDF ഇട്ടാണെങ്കിൽ അതിന് നോക്കണമല്ലോ. അത് ഇനി എഴുതിയിട്ട് റിവൈസ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ടൈം ഉണ്ടാവില്ല ഇനി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഇനിയിപ്പോൾ കുറച്ച് പ്രഡിക്ഷനും കൂടി ഉണ്ട്. കാരണം ഫിസിക്സിന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കുറേ വന്നിട്ടുണ്ട്, പക്ഷേ സ്കിപ്പ് ചെയ്തൊന്നും കുറേ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ചടപ്പ്. ഞാൻ സ്കിപ്പ് ചെയ്ത ടോപ്പിക്സ് ഇനി പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്ത് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ബയോമോളിക്കുൽ പാഠം മൊത്തമായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. അതിലാകെ ഒന്ന് നോക്കി ഒരു ബ്രോ കമൻറ്റ് ഇട്ടിരുന്നു DNA വൈസ് RNA നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് അത് ഞാൻ കാണാതെ പഠിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ കാണാൻ ഭയങ്കര ചടപ്പാണ്. അതുകൊണ്ട് അത് മാത്രം പഠിച്ചിട്ട് എങ്ങനെയോ അത്ര വലിയ പണിയൊന്നും ഇല്ല. ആകെ 4 പോയിൻറ്റ്സ് പഠിക്കാനുള്ളൂ, അത് പഠിച്ച്. പിന്നെ 8ാം ചാപ്റ്ററിൽ അവസാനത്തേക്ക് കാർബോസിലിക് ആസിഡ് എത്തിയപ്പം പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ HV റിയേഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാർബോസിലിക് ആസിഡിൻ്റെ അവിടെ ഞാൻ HV റിയേഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് മാത്രമേ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതൊക്കെ ചോദിക്കുന്നറിയില്ല, എന്നാലും ഞാൻ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ചോദിക്കുകയാണെങ്കിൽ 7ാമത്തെ പാഠത്തിൽ ഞാൻ വലുതായിട്ട് സ്കിപ്പ് ചെയ്തെന്ന് അറിയില്ല. 6ാമത്തെ പാഠത്തിൽ അത്ര സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ന്യൂക്ലിയോഫിലിക്കില്ല ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറച്ച് ടെററാണ്, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ പഠിക്കാൻ വിചാരിച്ച്. പിന്നെ 6ാമത്തെ പാഠത്തിൻ്റെ ഒരു ലാസ്റ്റിക്ക് ഉണ്ടല്ലോ എന്തോ EDT, അതിൻ്റെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അത് കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, ഒന്നുകൂടി നോക്കണമെന്നുണ്ട്. പിന്നെ 5ാം പാഠം തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് വലുതായിട്ടൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. 4ാം ചാപ്റ്ററിൽ D&F ബ്ലോക്ക് അതിലത്യാവശ്യം ഉണ്ട്. അതിലത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. ഞാൻ പഠിച്ചിട്ട് ഫുള്ളായിട്ടില്ല, എവിടേക്കോ കുറേ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഷുവർ ക്വസ്റ്റ്യൻസൊക്കെയാണ് നോക്കുന്നത് ഇപ്പോൾ. കാരണം അത് ഫുള്ള് പഠിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് കളറിൻ്റെ എന്തൊക്കെയോ ഉണ്ട് അതിൽ. പിന്നെ 3ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ അതിലും ഏകദേശം കുറേ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലാണ് എനിക്ക് ഏറ്റവും ചടപ്പായി തോന്നിയത്. ബാറ്ററി, ഡ്രൈസെല്ല് ആ ഭാഗമല്ലേ ലാസ്റ്റിക്ക്, അത് ഭയങ്കര ചടപ്പായി തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ കുറേയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിന്. അത് പഠിക്കണമെന്നുണ്ട്, കഴിയണമെങ്കിൽ പഠിക്കണം. പിന്നെ 1ാമത്തെ പാഠത്തിൽ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ലാസ്റ്റിക്ക് ഒരു വാൻഡോ ഫാക്ട് ഉണ്ട്, അതിൻ്റെ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററാണ് കുറച്ചും കൂടി റിസ്ക് ആയി തോന്നിയത് ലാസ്റ്റിക്ക്. പിന്നെ 8ാമത്തെ ചാപ്റ്ററിൻ്റെയും കുറച്ച് ലാസ്റ്റിക്ക്. ബയോമോളിക്കുൽ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് അമീൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി എന്തായാലും പ്രഡിഷനിലേക്ക് ഇറക്കാം. പ്രഡിഷൻ ഞാൻ വരും നോക്കാമല്ലോ. പിന്നെ സ്കിപ്പ് ചെയ്ത് പറഞ്ഞു, ഇനി സ്കിപ്പ് ചെയ്ത് അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലാവുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്തതിന് തന്നെ ഇത്ര കഷ്ടപ്പെട്ട് ചോദിക്കുന്നത് ഫിസിക്സൊക്കെ. ഇനിയിപ്പോൾ കെമിസ്ട്രി അങ്ങനെ തന്നെ ആവുമെന്ന് അറിഞ്ഞൂടാ, ലക്കുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും പ്രഡിഷനിലേക്ക് ഇറക്കാം, നമുക്ക് നേരെ പ്രഡിഷനിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഴുതി തള്ളിയിട്ടുള്ള A4 ഷീറ്റുകൾ ഇവിടെ കാണാനും. അതിൻ്റെ ഉള്ളിൽ
എന്താ ഇവിടെ ഇത്തിരിക്ക് കാണുന്നുള്ളൂ, ആകെ ഒന്ന് കണ്ട് അവിടെയൊക്കെ ഇത്തിരി കാണുന്നുള്ളൂ. എന്താ ഇവിടേക്ക് വയ്ക്കുക കാണാം, നിറച്ച് എഫറാണ് ഇത്. ഈ കെമിസ്ട്രീൻ്റെ മാത്രമല്ല, കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ വൃത്തിയാക്കാതെ വെച്ചിട്ടാണ്, ലാസ്റ്റിക്ക് ഒക്കെ കൂടി എടുത്ത് വൃത്തിയാക്കാൻ വെച്ചിട്ട്. കാരണം ഇത് മൊത്തമായിട്ട് ഒറ്റയടിക്ക് വൃത്തിയാക്കും നല്ലേ, ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണേക്കാട്ടി നല്ലേ. നിങ്ങളെന്തായാലും ഞെട്ടിയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം കുറേ എഫറൊക്കെ ചെയ്തിട്ടുണ്ട്. മൈക്ക് വെച്ചിട്ട് മാത്രം വർത്തമാനം പറഞ്ഞ താഴത്ത് വലിയ സൗണ്ടൊക്കെ ഉണ്ട്, കേൾക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പ്രെഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇതാ. അപ്പോൾ ഗൈസ് എന്തായാലും അവിടെ താഴത്ത് സൗണ്ടൊക്കെ കുറച്ചിട്ടുണ്ട്. ഇതെന്താ ക്ലിയർ ആത്തി ഫോൺ ഏതാണ് എറണം കേട്ട ഫോൺ. അപ്പോൾ ചാപ്റ്റർ 1 നോക്കാം. ചാപ്റ്റർ 1 ഞാൻ അവിടെ കുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ചോദിക്കാനാണ് ചാൻസ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇതൊക്കെ അത്ര സിമ്പിളാണ്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് സിമ്പിൾ തന്നെയാണ്. എലിവേഷനൊക്കെ ചിലപ്പോൾ ഓസ്മോട്ടിക് പ്രഷറും ചോദിക്കും. വാട്ട് ഫിഷ്. അപ്പോൾ ഗൈസ് എന്താണെന്ന് അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പല സ്ഥലത്തുനിന്ന് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സൗണ്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് എന്താണ് എന്തിരുന്ന് പറയുക, അതിൻ്റെ പേരെന്തായിരുന്നാ പ്രെഡിക്ഷൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതാ ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇതാ. ഇതെന്താണെന്ന് ചോദിക്കാം, എവിടാ ഇതൊക്കെ ഏത് തലക്കിലാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇതാ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കട്ടെ. സെക്കൻഡ് ചാപ്റ്ററിൽ പ്രെഡിക്റ്റ് ചെയ്തതാണ് ഇതാ. ഈ സെല്ലിൻ്റെ അല്ലേ, ഈ സെല്ലിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്. E0 സെല്ല്, അതിൻ്റെ ഏതായിരുന്നു പറയുക, നേർണിഫിക്കേഷൻ ഓഫ് ഡാനിയൽ സെല്ലില്ലേ, അത് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പ്രെഡിക്റ്റ് ചെയ്തത്. പിന്നെ തേർഡ് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യമാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഡെറിവേഷൻ, ഇത് ഇൻ്റഗ്രേറ്റഡ് റേറ്റിക്കേഷൻ്റെ ഡെറിവേഷന് അല്ലെങ്കിൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ, ഇത് രണ്ടിലേതെങ്കിലും ചോദിക്കാൻ ചെയ്യുന്നുണ്ട്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ മോഡലിന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കില്ലെന്നൊന്നും പറയാനില്ല. ആ മോഡലിന് വെച്ചാൽ ഫിസിക്സിന് മറ്റേ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇത് ബീറ്റ്സ് ഓൺ ബ്രിഡ്ജ്. അപ്പോൾ 4ാം ചാപ്റ്ററിൽ ഞാൻ ഒന്നും എഴുതില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആവും. 5ാം ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ കൂട്ടിനേഷൻ കോമ്പൗണ്ട് ഇവിടെ കാണാം. ഏത് ഇമ്പോർട്ടൻ്റ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. പ്രഡിക്ഷൻ ആണ്. അപ്പോൾ അതാണ് പ്രഡിക്ഷൻ, ഒപ്റ്റിക്കൽ ഐസോമർ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മറ്റേ സംഭവമില്ലേ ഡി ഒക്കെ വെച്ചാൽ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആലോവാൽക്കൻസ് ആൻഡ് ആലോവാറിയൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എലിമിനേഷൻ റിയാക്ഷൻ ആൽക്കഹോളിക് അയോച്ചൊക്കെ വെച്ചിട്ടുള്ള അത് രണ്ടാണ് ആലോവാൽക്കൻസിൻ്റെ ആലോവാറിയനിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഈതേഴ്സിൽ നോക്കുകയാണെങ്കിൽ 7ാം ചാപ്റ്ററിൽ ഫ്രം ക്യുമിൻ എന്താണ് ചോദിക്കാൻ ചോദിക്കുന്നത്. കാരണം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഫീനോൾ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ക്യുമിൻ. അതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്, നമ്മളെ ദീർഘദൃഷ്ടിയിലൂടെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇതിന് ചോദിച്ചിട്ടുണ്ട്, മോഡലിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റെയ്മർ ടീമൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ കുറേ ചോദിക്കും, പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കാനുള്ളൂ, എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്തിനാണ്. അപ്പോൾ ഇതിൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വോൾഫ് കിഷ്നസും ക്ലമൻസണും അതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതാണ് ഇങ്ങനെ കെട്ടിച്ചിട്ടുള്ളത്, ഭയങ്കര ഡേഞ്ചറാണ്, അതൊക്കെ എന്തായാലും പഠിക്കണം. പിന്നെ ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയേഷൻ HVZ റിയേഷൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അമീൻസിൽ നോക്കുകയാണെങ്കിൽ ആകെ ഇത് മാത്രം വെച്ചാൽ മതി. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബ്രോമിൻ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻസൻബർഗ് ടെസ്റ്റ് മാത്രമേ നോക്കണുള്ളൂ. അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഒരു ഡേ ബിഫോർ മൈ കെമിസ്ട്രി എക്സാം ആയിരുന്നു. എല്ലാവർക്കും പ്രഡിക്ഷനൊക്കെ ചോദിച്ചൊക്കെ പലതും വന്നിട്ടുണ്ട്. ഇനി സ്കിപ്പ് ചെയ്തൊന്നും വരാൻ ചാൻസ് ഉണ്ട്. ഒരാളൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു, ഇനി സ്കിപ്പ് ചെയ്ത് ആണല്ലോ വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്തൊന്ന് പറയാനൊക്കെ പറഞ്ഞിരുന്നു, അതാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, വെറുതെ പറഞ്ഞാണ്. അപ്പം അത്ര തന്നെയുള്ള വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ചാനലൊന്ന് കയറുക, അതിൽ കിണ്ണം വീഡിയോസൊക്കെ കിട്ടണേ എല്ലാവരും നോക്കുക. ഹലോ ഗൈസ്, ഇന്ന് വന്നിട്ടൊരു ഡേ ബിഫോർ മൈ കെമിസ്ട്രി എക്സാമാണ്. അപ്പോൾ ഇന്ന് വലുതായിട്ടൊന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ.